ഇത് അബുദാബിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചാണ്. നമ്മളിപ്പം അബുദാബിയിലാണുള്ളത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അബുദാബി സിറ്റിയൊക്കെ ഉള്ളത്. ഈ ബീച്ച് വളരെ മനോഹരമാണ്. ഇത് കോർണിഷ് പബ്ലിക് ബീച്ചിൻ്റെ ഭാഗമാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അബുദാബിക്ക് 200-ലധികം നാച്ചുറൽ ഐലൻഡുകളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ദൂരെ കാണുന്ന ഓറഞ്ച് കളറിൽ ദൂരെ കാണുന്നത് ഒരു മാൻമെയ്ഡ് ഐലൻഡാണ്, അൽ ലുലു ഐലൻഡ്. അതൊരു ബ്രേക്ക് വാട്ടർ ഐലൻഡാണ്. വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണത്രേ. പക്ഷെ അവിടെ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നോക്കൂ, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇതിൽ കൂടിയുള്ള യാത്ര നമുക്ക് മറക്കാൻ പറ്റില്ല. അബുദാബി പാലസ് ഏരിയയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഇവിടെ നമ്മൾക്ക് ദൂരെയായിട്ട് 7 ഫ്ലാഗ് കാണാം. അത് എമിറേറ്റ്സിൻ്റെ 7 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇത് പ്രസിഡൻഷ്യൽ വർക്കിംഗ് പാലസിലേക്കുള്ള എൻട്രൻസ് ആണ് ഇപ്പോൾ കണ്ടത്. അബുദാബി സിറ്റിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് നമ്മളുടെ ഗൈഡ് പറയുന്നത്. കാരണം ഈ പ്രസിഡൻഷ്യൽ പാലസ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇന്ത്യയിലേക്ക് തകരാൻ ഓക്കെ. ആ ഒരു സെൻട്രൽ ബാങ്ക് ആണ് ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിൽ, കുറച്ച് മുന്നോട്ട് റൈറ്റ് സൈഡിൽ ആ ബ്രൗൺ കളറിൽ കാണുന്നത്. 300 ദിർഹംസിന്റെ മേലെ ഈ ബാങ്കിന്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കറൻസികളും നിങ്ങൾക്ക്. സെൻട്രൽ ബാങ്ക് ഓഫ് UAE ആണ് ഈ ബ്രൗൺ ബിൽഡിംഗ് നമ്മൾ കാണുന്നത്. നമ്മളുടെ RBI പോലെ UAEയുടെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആയിട്ടുള്ള സുപ്രീം ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് UAE. ഇത് UAE ദിർഹം ഉണ്ടായിട്ടുള്ളത് 1973 ഉള്ളൂ. 1973 അവർക്ക് സ്വന്തമായിട്ട് കറൻസി UAE ദിർഹം ഉണ്ടായിട്ടുള്ളൂ. അതിനു മുന്നേ ആയിട്ട് ഒരു പല കറൻസി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ റുപ്പി, ഗൾഫ് റുപ്പി എന്ന പേരിൽ 1973 വരെ കറൻസി നമ്മളുടെ RBI ഇഷ്യൂ ചെയ്തിരുന്നു അത്രേ. അത് ഗൾഫ് റീജിയനിൽ യൂസ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു.
ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ. അബുദാബി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.